യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന അതാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ആ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് ആരോടാണ് പ്രാർത്ഥിച്ചത്, ആരാണ് പ്രാർത്ഥിച്ചത്, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഈ 17-ാം അധ്യായം. നാം കഴിഞ്ഞ ദിവസത്തിൽ കണ്ടത് ആർക്കു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് എന്നാണ്. താൻ ആദ്യം പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടി തന്നെയാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുത്രനെ നീ മഹത്വപ്പെടുത്തണം. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ പുത്രനെ മഹത്വപ്പെടുത്തണം. രണ്ടാമത് താൻ പ്രാർത്ഥിച്ചത്, എനിക്ക് മുൻപേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ വീണ്ടും ഇരുത്തണമേ, അതേ മഹത്വം എനിക്ക് തിരികെ തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ രണ്ട് പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് എല്ലാ നാമത്തിനും മീതെ ഉള്ള നാമം നൽകി തന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത് തന്റെ പുത്രനെ ഇരുത്തിയപ്പോൾ തന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കും ഉത്തരമായി എന്ന് നമ്മൾ കണ്ടു. പിന്നെയും നാം ആ അധ്യായത്തിന്റെ താഴേക്ക് നാം ധ്യാനിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത് എന്നുള്ളതിന്റെ വിശദീകരണവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ആർക്കു വേണ്ടി ആയിരുന്നു പിന്നത്തേതിൽ കർത്താവ് പ്രാർത്ഥിച്ചത്? ആദ്യം തനിക്ക് വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത്. രണ്ടാമത് താൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നാം അവിടെ കാണുന്നു. അന്ന് തന്നോട് കൂടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ സന്നദ്ധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയിൽ അന്ന് നമ്മൾ ഉൾപ്പെട്ടിരുന്നു. നമ്മുടെ ബുദ്ധിക്കൊന്നും ഒതുങ്ങുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ അന്ന് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നാമും അതിൽ ഉൾപ്പെട്ടിരുന്നു. നമുക്ക് വേണ്ടിയും കൂടെയാണ് ആ കർത്താവ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് നമ്മെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും നാം അതേക്കുറിച്ച് വിശദീകരിക്കും. അവിടെ വായിക്കുന്ന ആരാണ് ഇവർ? ഞാൻ അവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആരാണ് ഈ അവർ എന്ന് ഇവിടെ കർത്താവ് പറയുന്നത്? അവിടെ ഈ അധ്യായം നാം വായിക്കുമ്പോൾ രണ്ട് വാക്യങ്ങളിൽ അവർ ആരായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ആ രണ്ട് വാക്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്ന്, 6-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം വായിക്കുന്നു, അവർ നിനക്കുള്ളവർ ആയിരുന്നു. 9-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തും നാം വായിക്കുന്നു, അവർ നിനക്കുള്ളവർ ആകൊണ്ട്. അപ്പോൾ ആർക്കു വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്? അവർ നിനക്കുള്ളവർ ആയിരുന്നു. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് മനസ്സിലാക്കിയ,
തനിക്ക് ബോധ്യമായ വിഷയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണോ അവർ ആർക്കുള്ളവരായിരുന്നു? പിതാവിന് ഉള്ളവർ ആയിരുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. പിന്നീട് നാം 6 പ്രാവശ്യം ഈ അധ്യായത്തിൽ കാണുന്ന ഒരു പ്രയോഗമുണ്ട്. നീ അവരെ എനിക്ക് തന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, പക്ഷെ നീ അവരെ എനിക്ക് തന്നു. 2-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യത്തിൽ തന്നെ 2 പ്രാവശ്യം അത് പറയുന്നു. 7-ാമത്തെ വാക്യത്തിൽ, അതുപോലെ 9-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. ഇത്രയും വാക്യങ്ങളിൽ 6 പ്രാവശ്യം ആവർത്തിച്ച് കർത്താവ് പറയുന്ന കാര്യം, അവരെ എനിക്ക് തന്നു. ആരെ തന്നു? ശിഷ്യന്മാരെ അവർ ആർക്കുള്ളവരായിരുന്നു? പിതാവിനുള്ളവർ ആയിരുന്നു. അവരെ നീ എനിക്ക് തന്നു. എന്നെ അവരെ നീ ഏൽപ്പിച്ചു തന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നാം ഈ തന്റെ ശിഷ്യന്മാരെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് കർത്താവ് വിവിധ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഉണ്ട്. ഒന്ന്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അവിടെയും എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ആണ് ആ പ്രയോഗം. നീ എനിക്ക് തന്ന മക്കൾ, നീ എനിക്ക് തന്ന മക്കൾ. അപ്പോൾ കർത്താവ് തന്നെ അനുഗമിക്കുന്നവരെ കുറിച്ച് പറയുന്ന വാക്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് അവർ എൻ്റെ മക്കളാണ് എന്നുള്ളതാണ്. 2-ാമത് കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഞാൻ ഇനി നിങ്ങളോട് ഒന്നും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. മുൻപുള്ള അധ്യായത്തിൽ നാം അത് കണ്ടതാണ്. ഒന്നും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇനി എങ്ങനെയാ വിളിക്കുന്നത്? നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നത് പ്രകാരമാണ്, ഇനി ഞാൻ നിങ്ങൾ എൻ്റെ സഹോദരന്മാർ. അതും എബ്രായ ലേഖനം 2-ന്റെ 14-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ധ്യാനത്തിൽ വന്ന ചിന്ത, നമ്മുടെ കർത്താവ് നമ്മെ പരിഗണിക്കുന്നത് എത്രയോ ആഴത്തിലാണ്. നമുക്കൊരു പക്ഷെ നമ്മെക്കുറിച്ച് അത്ര വിലകുന്നു തോന്നുന്നില്ല. നമുക്ക് തമ്മിലും തോന്നുന്നില്ല പലപ്പോഴും. എനിക്ക് ഇത്രയൊക്കെ വിലയുണ്ടോ, എനിക്ക് ഇത്രയൊക്കെ മാന്യതയുണ്ടോ എന്ന് നാം പലപ്പോഴും നമ്മെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. നാം നമ്മെക്കുറിച്ച് തന്നെ പലപ്പോഴും ഏറ്റവും കുറഞ്ഞ ഒരു വില, ആർക്കും വേണ്ടാത്തവരെന്നോ, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്നവരെന്നോ, ഒറ്റപ്പെട്ടവരെന്നോ, അല്ലെങ്കിൽ രോഗികളാണെന്നോ, അല്ലെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങൾ പറഞ്ഞ് നാം നമ്മെ തന്നെ ഒന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അത് നല്ല അർത്ഥത്തിലാണെങ്കിൽ ഈ സോക്കെ നല്ലത് തന്നെ. പക്ഷേ അത് നമ്മുടെ നിരാശയോടുകൂടിയ അല്ലെങ്കിൽ ഭാരത്തോടുകൂടിയ ഒരു പ്രതികരണമാണ് അത് വരുന്നതെങ്കിൽ അങ്ങനെയല്ല കർത്താവ് നമ്മെ പരിഗണിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അത് നമ്മെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മെ മക്കളെന്ന് വിളിക്കുവാൻ അവന് ഒരു മടിയും ഉണ്ടായില്ല. പിതാവിന്റെ സന്നിധിയിൽ നമ്മെ ചേർത്ത് നിർത്തി ഒടുവിൽ അവൻ പറയുന്ന വാക്കാണ് എബ്രായ ലേഖനം 2-ന്റെ 13 നമ്മൾ വായിച്ചത്, ഇതാ ഞാനും ദൈവം നീ എനിക്ക് തന്ന മക്കളും. നീ എനിക്ക് തന്ന മക്കളാണിവർ. ഇവർ എൻ്റെ മക്കളാണ്, നീ അവരെ എനിക്ക് തന്നതാണ്. അപ്പോൾ ആ പിതാവിന്റെ മുൻപിൽ നമ്മെ കുറിച്ച് പറയുന്ന വാക്കുകൾ അത് എത്രയോ ആഴമേറിയതാണ്, ഘനമേറിയതാണ്. നമുക്കുള്ള വിലയാണ് നാം അവിടെ കാണുന്നത്. നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്. അത് പറയാൻ അവൻ ലജ്ജിച്ചില്ല, മടി കാണിച്ചില്ല എന്നാണ്. നമ്മളൊക്കെ തരംതിരിവ് കാണിക്കുന്നവരാണ്. പല കാര്യത്തിലും നമ്മൾ തരംതിരിക്കുന്നവരാണ്. നമ്മളെ കുലം നോക്കിയും ഗണം നോക്കിയും പണം നോക്കിയും
ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പലരെയും നമ്മൾ വേർതിരിക്കുന്നവരാണ്. എന്നാൽ ജാതി മത ഭേദമന്യേ കർത്താവ് വീണ്ടെടുത്ത തന്റെ മക്കളെ, അവർ ഏത് രാജ്യക്കാരായിരുന്നാലും, അവർ ദരിദ്രരായിരുന്നാലും, സമ്പന്നരായിരുന്നാലും, രോഗികളായിരുന്നാലും, അവരെ എല്ലാം നമ്മുടെ കർത്താവ് എങ്ങനെയാ കണ്ടത്? നിങ്ങൾ എന്റെ സഹോദരന്മാർ, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. ഇതൊക്കെയാണ് കർത്താവ്. സ്നേഹിതന്മാർ. നമുക്ക് ഇതിനൊന്നും കഴിയുന്നില്ല പലപ്പോഴും. പക്ഷെ കർത്താവിന് നമ്മെ നീ എന്റെ സ്നേഹിതനാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു മടിയും കർത്താവ് കാണിച്ചില്ല. അപ്പോൾ ഇത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ആരാ ഉള്ളത്? ശരിക്കും അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, എന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യവും അത് തന്നെ ആയിരിക്കണം. ഞാൻ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. കർത്താവ് കഴിച്ച പ്രാർത്ഥനയുടെ ഉത്തരങ്ങളൊക്കെ പിന്നത്തേതിൽ നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ഈ വലിയ ബോധ്യം നമുക്ക് ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ആഴമായി ഉണ്ടാകട്ടെ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇനി എന്ന് മുതലാണ് ഇവർ പിതാവിനുള്ളവർ ആയിരുന്നത്? അവർ നിനക്കുള്ളവർ ആയിരുന്നു എന്നല്ലേ നാം വായിച്ചത്? ഈ തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ, അവൻ മക്കൾ എന്ന് വിളിച്ചവർ, സഹോദരന്മാർ എന്ന് വിളിച്ചവർ, സ്നേഹിതന്മാർ എന്ന് വിളിച്ചവർ എന്ന് മുതലായിരുന്നു പിതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? എന്നു മുതലാ? ലോക സ്ഥാപനത്തിന് മുൻപേ. നാം അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ അല്ല വായിക്കുന്നത്. അതിലേക്ക് ഞാൻ പിന്നാലെ വന്നോളാം. അതിലേക്ക് ഞാൻ അതിന്റെ 17-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. പിന്നത്തേലും മറ്റു പല വാക്യങ്ങളും ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് വേറെ ചില കാര്യങ്ങൾ കൂടെ പറയാനായിട്ടുണ്ട്. എന്ന് മുതലാണ് പിതാവിന്റെ കയ്യിൽ നമ്മളായിരുന്നത്? എന്നാണ് നമ്മെ പിതാവ് പുത്രന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ധ്യാനിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോ ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് എത്തിപ്പെടാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണത്. പക്ഷേ ദൈവം നമുക്ക് തന്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ചില സത്യങ്ങളുമായി നാം ഒന്ന് പോകുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. എല്ലാം ഒന്നും മനസ്സിലായില്ല എന്ന് വരികിലും കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാകും. നാം ഈ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. റോമാലേഖനം 11-ന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. എന്താണ് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ പറയട്ടെ, നാം പിതാവിനുള്ളവർ ആയിരുന്നു. പിന്നത്തേതിൽ അവന് നമ്മെ പുത്രന് നൽകി എന്നൊക്കെ പറയുമ്പോ അതിന്റെ എല്ലാ അർത്ഥങ്ങളൊന്നും നമുക്ക് ഗ്രഹിക്കണം എന്ന് നിർബന്ധം ഇല്ല.
ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിന്റെ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. ദൈവത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. അതെത്രയോ വിശാലമേറിയതാണ്. ആ ദൈവത്തിന്റെ മുൻപാകെ ദൈവം ഇങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചതെന്ന് പറയുമ്പോൾ അതിനാമേൻ പറഞ്ഞ് താഴുകയല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനും ഒന്നുമില്ല. ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുൻപാകെ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത, നമുക്ക് ആരാഞ്ഞറിയുവാൻ പരിമിതിയുള്ള ആ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുൻപാകെ നാം നമ്മെ തന്നെ താഴ്ത്തി, ദൈവവചനം പറയുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. നാം അറിയേണ്ട ഏറ്റവും ലളിതമായ സത്യം, ഞാൻ ഒരിക്കൽ ആരുടേതായിരുന്നു? ഞാൻ പിതാവിൻ്റെതായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ആരുടേതാണ്? ഇന്ന് ഞാൻ പുത്രന്റെ കയ്യിലാണ്. ഒരിക്കൽ ഞാൻ പിതാവിനുള്ളവനായിരുന്നു, ദൈവം എന്നെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഞാൻ ഇന്ന് പുത്രന്റെ കയ്യിലാണ്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട കാര്യമാണല്ലോ. ആ പുത്രൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കാരണം എന്താണ്? നിങ്ങൾ എന്റെ കയ്യിലാണ്. നിങ്ങളെ തനിച്ചു വിടുവാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള വലിയ വാക്തത്വമാണ് നമ്മുടെ കർത്താവ് നൽകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നാം പിതാവിനുള്ളവർ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്ന് മുതലായിരുന്നു എന്നതിലേക്ക് നാം ഒന്ന് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു, അത് ഗ്രഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ തിരുവെഴുത്തുകളിൽ നിന്ന് പല വേദവാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അല്പമെങ്കിലും കാര്യങ്ങൾ ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ 17-24 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്ക കൊണ്ട് എനിക്ക് തന്നിട്ടുള്ളവർ നീ എനിക്ക് നൽകിയ മഹത്വം കാണണം. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണം. ഇവിടെ പിതാവ് പുത്രനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? ലോകസ്ഥാപനത്തിന് മുൻപ്. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ചത് ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുൻപാണ് എന്ന് പറയുമ്പോൾ പുത്രൻ എന്നുണ്ട്? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഉണ്ട്. എന്നിട്ട് നാം അവിടെ പുത്രൻ പറയുന്ന വാക്കെന്താണ്? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇവര് കാണണം, അതിന് ഇവരെ എന്റെ കൂടെ ഇരുത്തണം. ആ പ്രാർത്ഥന വാക്കുകളൊക്കെ പിന്നീട് നമുക്ക് കൂടുതൽ ധ്യാനിക്കാം. ഇവിടെ ഞാൻ ഇത് പറഞ്ഞു നിർത്തട്ടെ. അതായത് ഈ വാക്ക് മാത്രം പറയട്ടെ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ പിതാവ് ആരെ സ്നേഹിച്ചു? പുത്രനെ സ്നേഹിച്ചു. ഇനിയും എഫേസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എഫേസ് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മെ പിതാവ് തെരഞ്ഞെടുത്തത് ലോകം ഉണ്ടാക്കുന്നതിനു മുൻപ്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയത്താണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്നാൽ ഇത് ഇന്നോ ഇന്നലെയോ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പിതാവായിരിക്കുന്ന ദൈവം യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നാം നേരത്തെ വായിച്ചത് എന്താണ്? പിതാവേ, ലോകമുണ്ടാകും മുമ്പേ നീ എന്നെ സ്നേഹിച്ചു. ഇവിടെ വായിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവനിൽ, ക്രിസ്തുവിൽ അവൻ നമ്മെ എന്ത് ചെയ്തു?
പിതാവായ ദൈവം തിരഞ്ഞെടുത്തു. അത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, എഫേസ്യ ലേഖനം 1:6 നമ്മൾ വായിക്കുമ്പോ അവിടെ വായിക്കുന്നത്, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ അവൻ നമ്മെ തന്റെ പുത്രനിൽ തിരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോ അതെന്തിന്റെ ബേസിലാ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്? സ്നേഹത്തിൽ, പുത്രനോടുള്ള സ്നേഹത്തിൽ. അവിടെ നമ്മൾ എന്താ വായിച്ചത്? ലോകം ഉണ്ടാകും മുമ്പേ നമ്മെ എപ്പോഴാ സ്നേഹിച്ചത്? ഈ വാക്യത്തിന്റെ ബേസിൽ എന്താ നാം മനസ്സിലാക്കേണ്ടത്? ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പൊ ലോകം ഉണ്ടാകും മുമ്പേ ദൈവം തന്റെ പുത്രനെ സ്നേഹിച്ചു. താൻ സ്നേഹിച്ചതായ പുത്രനിൽ കൂടെ നമ്മെ തിരഞ്ഞെടുക്കേണ്ടതിന് അവൻ നമ്മെയും സ്നേഹിച്ചു. അപ്പോൾ എന്നാ നമ്മൾ പിതാവിന്റെ കയ്യിലുണ്ടായിരുന്നത്? അതെങ്ങനെ നമുക്കറിയാം? ഇതാണ് വചനം, അല്ലെ? ലോകമുണ്ടാകും മുൻപേ തന്നെ എന്റെ ദൈവം എന്നെ സ്നേഹത്തിൽ എന്ത് ചെയ്തിരുന്നു? മുൻ കണ്ടിരുന്നു, മുൻ നിയമിച്ചിരുന്നു എന്നുള്ളതാണ് നാം വായിക്കുന്നത്. അപ്പൊ ലോകം ഉളവാകുന്നതിന് മുൻപ് തന്നെ അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ ദത്തെടുത്തു, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു, നമ്മെ അവൻ വീണ്ടെടുത്തു, നമുക്കവൻ ക്രിസ്തുവിൽ അവകാശം തന്നു. ഇതൊക്കെ എന്നാ കിട്ടിയെന്നാ പറഞ്ഞത്? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടിട്ട് ചിലപ്പോ 50 കൊല്ലമായവരുണ്ട്, 40 കൊല്ലം, 30 കൊല്ലം, 10 കൊല്ലം, 1 കൊല്ലം ഒക്കെ ആയവരുണ്ട്. അന്ന് മുതലല്ല അവൻ നമ്മെ നിയമിച്ചു എന്ന് പറയുന്നത്. ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ ദത്തെടുത്തു, നമ്മെ നിയമിച്ചു, നമ്മെ വീണ്ടെടുത്തു, നമുക്ക് ക്രിസ്തുവിൽ അവകാശം നൽകി തന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരാം. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 43-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ 43-ന്റെ 4-ാമത്തെ വാക്യത്തിൽ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എങ്ങനെയാ കണ്ടിരിക്കുന്നത്? വിലയേറിയവനും മാന്യനുമായിട്ട്. അങ്ങനെയാ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മെ എങ്ങനെ കണ്ടാ സ്നേഹിച്ചത്? വിലയേറിയവരും മാന്യരുമായി കണ്ടാണ് സ്നേഹിച്ചത്. വിലയേറിയവരും മാന്യരുമായി കണ്ട് നമ്മെ സ്നേഹിച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ, റോമർ 8:11, നമുക്ക് അത് പരിചയമുള്ള ഒരു വാക്യമാണ്. റോമർ 8-ാം അധ്യായം അതിന്റെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11 29-ാമത്തെ വാക്യം. റോമർ 8:29 നമ്മൾ വായിക്കുന്നു, അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ, മുൻപ് സ്നേഹിച്ചവരെ എന്നാണ് ആ സ്നേഹം നമ്മോട് കാണിച്ചത്. എന്നാണ് അവൻ നമ്മെ തെരഞ്ഞെടുത്തതെന്ന് നാം എഫേസ്യ ലേഖനത്തിൽ കണ്ടത്? ലോക സ്ഥാപനത്തിന് മുൻപേ. ഇവിടെയും പൗലോസ് പറയുന്നു, അവൻ നമ്മെ മുന്നറിഞ്ഞു, അവൻ നമ്മെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടി എന്നാ അവിടെ വായിച്ചത്? എന്തിനു വേണ്ടിയിട്ടെന്ന്? തന്റെ പുത്രന്റെ സ്വരൂപത്തോട്. അതെന്നെ തീരുമാനിച്ചതാണ്. ലോക സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനിക്കപ്പെട്ട സത്യമാണെന്ത്? തന്റെ പുത്രന്റെ രൂപത്തോട് നമ്മെ അനുരൂപരാക്കണം. ഞാൻ ഇന്നലെ ഇരുന്നപ്പോൾ ഓർത്തു, സ്വർഗത്തിൽ ചെല്ലുമ്പോ നമുക്കെല്ലാവർക്കും ഒറ്റ മുഖമായിരിക്കും.
ഒറ്റ രൂപമായിരിക്കും. ആരുടെ രൂപം? തന്റെ പുത്രന്റെ രൂപം. ആ പുത്രന്റെ രൂപത്തോട് നമ്മെ അനുരൂപരാക്കി സ്വർഗത്തിൽ നമ്മെ ഇരുത്തുന്നതായ അനുഭവം. ഞാൻ എന്റെ ചിന്ത പറഞ്ഞതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒന്ന് ഭാവനയിൽ കണ്ടു. തിരിഞ്ഞു നോക്കുമ്പോ എവിടെ നോക്കിയാലും പുത്രന്റെ രൂപത്തോട് അനുരൂപരായിരിക്കുന്ന എണ്ണിക്കൂടാത്ത വലിയ ഒരു പുരുഷാരം. അവരുടെ കയ്യിലെല്ലാം, കയ്യിൽ കുരുത്തോല. അത് അക്ഷരികമായിട്ട് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അവരുടെ അധരത്തിൽ നിന്നെല്ലാം ഹല്ലേലൂയായുടെ ശബ്ദം. ഒന്ന് ഓർത്തു നോക്കി. ഒറ്റ വാക്ക്, ഒറ്റ ശബ്ദം. അപ്പോൾ ഞാൻ ഓർത്തു, ലോകത്തിന്റെ അവസാനത്തിൽ, അല്ലേ, ലോകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കേണ്ടതായ കാര്യത്തിനു വേണ്ടി പിതാവായിരിക്കുന്ന ദൈവം നമ്മെ ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ നിയമിച്ചു വെച്ചു. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരുന്നു. പക്ഷേ എപ്പോഴാണ്? ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് ദൈവം നിശ്ചയിച്ചു വെച്ചു. അവിടെയാണ് നാം നേരത്തെ കണ്ടതുപോലെ, റോമർ 8 നമ്മൾ കണ്ടതുപോലെ, അല്ല 11 കണ്ടതുപോലെ, ദൈവത്തിന്റെ ധനം, ജ്ഞാനം എന്നിവയുടെ ആഴമേ അത് അപ്രമേയമാണ്. അപ്പോൾ നമ്മെ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. അന്ന് ആരുടെ കയ്യിലാ നമ്മൾ? അല്ല, അന്ന് പിതാവിന്റെ കയ്യിലാണ്. അന്ന് നമ്മൾ പിതാവിന്റെ കയ്യിലാണ്. യിരെമ്യാ പ്രവചനം 31 രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് വായിക്കുന്നത്? അത് നിത്യസ്നേഹമാണ്. അപ്പൊ ലോക സ്ഥാപനത്തിന് മുൻപേ പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം ഏതാണ്? നിത്യസ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെ ഉള്ളതായിരിക്കുന്ന സ്നേഹം. ആ സ്നേഹമാണ് ആര് നമ്മെ സ്നേഹിച്ചത്? പിതാവ് നമ്മെ സ്നേഹിച്ച സ്നേഹം ആ നിത്യമായിരിക്കുന്ന സ്നേഹമാണ് എന്ന് നാം ഓർക്കണം. ഇനിയും റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്ന ഒരു വാക്ക്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം തന്നെ വരേണ്ടതിന്. അവിടെ ഒരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും? ഇതെങ്ങനെ ഉൾക്കൊള്ളും? എന്നാൽ ഈ വാക്യത്തിൽ നാം എന്താ വായിക്കുന്നത്? അവൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ എപ്പോഴാ ഏശാവിനെ ദ്വേഷിച്ചത്? ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ? അവൻ യാക്കോബിനെ സ്നേഹിച്ചത് ജനിച്ചതിന് ശേഷമാണോ? ആണോ? അല്ല. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ പ്രവൃത്തികൾ ഗുണമാണോ ദോഷമാണോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ വായിച്ചു, തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ നിയന്ത്രണം ആർക്കാണ്? പിതാവിനാ. നമ്മെ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിനാണ്. ഈ വാക്യത്തോട് ഒന്ന് യോജിച്ച് ഞാൻ പറയട്ടെ, നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ പ്രവൃത്തി നോക്കി, സ്വഭാവം നോക്കി, നല്ല മാന്യമായ സ്വഭാവം, എന്തൊരു താഴ്മ, എന്തൊരു വിനയം, ഇതൊക്കെ കണ്ടതുകൊണ്ടൊന്നല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ലോകം ഉണ്ടാകും മുമ്പ് തന്നെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഈ ദിവ്യ സ്വഭാവത്തിലേക്ക് വരുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഈ വാക്യങ്ങൾ എടുത്തു വായിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ആ കാര്യങ്ങളിൽ മനസ്സിലാകും എന്നതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്.
2 തിമോത്തിയോസ് 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്, ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും മുമ്പേ. അതേത് കാലമാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ, സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടൊന്നുമല്ല ദൈവം നമ്മെ രക്ഷിച്ചത്. അത് സകലകാലത്തിനും മുമ്പേ ഉള്ള ദൈവത്തിന്റെ നിർണയമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഇത് എത്ര വലിയ ഭാഗ്യകരമായ അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി മറ്റു ചില വാക്യങ്ങൾ കൂടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം. അപ്പൊ ലോകസ്ഥാപനം മുതൽ അവൻ അറുക്കപ്പെട്ടു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. മറ്റൊരു വാക്യം കൂടെ 1 യോഹന്നാൻ 4:10 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തന്റെ പുത്രനെ പ്രായശ്ചിത്തമായി അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. അപ്പോൾ പ്രായശ്ചിത്തമായി അയക്കണമെങ്കിൽ വചനത്തിന്റെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? ഒരു യാഗം അർപ്പിക്കുവാൻ ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ എപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത്? അവന് 1-2 വയസ്സാകുമ്പോഴല്ല, നേരത്തെ തന്നെ തിരഞ്ഞെടുത്ത് ഊനമില്ലാത്തതെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യാഗമർപ്പിക്കാനായിട്ട് പാടുള്ളൂ. ദൈവം തന്റെ പുത്രനെ നമുക്ക് പകരം യാഗമാകുവാൻ, പ്രായശ്ചിത്തമാകുവാൻ ദൈവം നിയമിച്ചത് എന്ന് മുതലാ? അതാണ് നാം വായിച്ചത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ അവനെ കുറിച്ച് കാണുമ്പോഴെല്ലാം പിതാവ് കാണുന്ന കാര്യം എന്താണ്? ഇവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? പ്രായശ്ചിത്തമായി അയക്കണം. ദൈവം തന്റെ പുത്രനെ പ്രായശ്ചിത്തമായി അയച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 1 പത്രോസ് 1:20 നമ്മൾ വായിക്കുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവൻ. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവൻ അറിയപ്പെട്ടിരുന്നവൻ, ലോകാരംഭം മുതൽ അറുക്കപ്പെട്ടവൻ, കാലാവസാനത്തിങ്കൽ കാലസമ്പൂർണതയെങ്കിൽ സ്ത്രീയുടെ മകനായി അവൻ ജനിച്ചു. എങ്ങനെ? പ്രായശ്ചിത്തമായി. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ലോകം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെയാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്, നാം അവന്റെ കയ്യിൽ ആയിരിക്കുന്നത്, നാം പിതാവിനുള്ളവർ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വാക്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്തൊരു വലിയ അത്ഭുതമാണ്, അല്ലേ? നാം ഒരു വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ, യെശയ്യാവിന്റെ പ്രവചനം 63-ന്റെ 16-ാമത്തെ വാക്യം, യെശയ്യാവ് 63-ന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 63-ന്റെ 16 നീയല്ലോ ഞങ്ങളുടെ പിതാവ്, അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രയേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. എന്നു മുതലാ അവൻ വീണ്ടെടുപ്പുകാരനായത്? യുഗാരംഭം മുതൽ തന്നെ. ലോകാരംഭം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, അല്ലേ? ലോകാരംഭം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. യുഗാരംഭം മുതൽ, യുഗം എന്ന് പറഞ്ഞാൽ കാലം, അല്ലെങ്കിൽ ലോകമുണ്ടാകുന്ന ആ കാലഘട്ടം മുതൽ യഹോവേ നീ ആരാണ്? നീ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് കോർത്തിണക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാനാ തോന്നുന്നത്? ദൈവം എത്രയോ എത്രയോ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. എന്ന് കാണിച്ചു? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. ഇതൊരു വലിയ അത്ഭുതമാണ്.
ഇത് വലിയ അതിശയകരമേറിയ കാര്യമാണ്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോ ഇനിയും നാം ചിന്തിക്കാൻ പോകുന്നത്, അപ്പോൾ നാം ഇവിടെ കണ്ടത് എന്ന് മുതലാണ് നാം പിതാവിനുള്ളവർ ആയിരുന്നത്? എന്ന് മുതലായിരുന്നു? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നാം അവന്റെ കൈകളിൽ ആയിരുന്നു എന്നുള്ളതാണ്. ഇനിയും അവന്റെ കൈകളിൽ ആയിരിക്കുന്നവരെ കുറിച്ച് തിരുവെഴുത്ത് എന്താ പറയുന്നത്? അതുകൊണ്ട് വാക്യങ്ങൾ വായിച്ച് ലളിതമായിട്ട് പറഞ്ഞു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് മുൻപായിട്ട് അവിടെ പറയുന്ന, ദൂതൻ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. ആര് രക്ഷിക്കാനിരിക്കൊണ്ട്? തന്റെ ജനം. ഏതാ ഈ തന്റെ ജനം? എന്താ ജനം? ആരാ ഈ തന്റെ ജനം? ലോകസ്ഥാപനത്തിന് മുൻപ്. ഇപ്പൊ നിങ്ങൾക്ക് വേഗം കാര്യം പിടുത്തം കിട്ടി. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ആരെ ഒക്കെയാണോ മുൻ നിയമിച്ചത്, ആരെയൊക്കെയാണോ തെരഞ്ഞെടുത്തത്, ആരെയൊക്കെയാണോ വീണ്ടെടുത്തത്, ആരെയൊക്കെയാണോ സ്നേഹിച്ചത്, അവരെ. ഇത് പറയുമ്പോ വേറെ ചോദ്യങ്ങൾ വരാം. ബാക്കിയുള്ളവരോ? അതിന്റെ അല്പം കൂടെ വിശദമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അപ്പൊ ദൈവം തന്റെ ജനത്തെ, കർത്താവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നാം എന്താ വായിക്കുന്നത്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ. അപ്പൊ ലോകത്തിൽ ഈ തന്റെ ജനം എന്നറിയപ്പെടുന്ന ഇവര് മാത്രമാണോ പാപികൾ? അല്ല, എല്ലാവരും പാപികളാണ്. അവൻ എല്ലാവർക്കും രക്ഷിതാവായിട്ടാണ് വന്നത്. അവൻ എല്ലാവർക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എന്നാൽ അത് ആർക്കാണ് പ്രയോജനപ്പെടുക എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? തന്റെ ജനത്തിന്. ഏതാ ഈ തന്റെ ജനം? നാം ഇവിടെ ഈ 17-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവന് കൊടുക്കണം. അപ്പോ കർത്താവ് ആർക്കാ നിത്യജീവൻ കൊടുക്കുന്നത്? പിതാവ് നൽകിയിട്ടുള്ളവർക്ക്. അപ്പോ അത് ദൈവത്തിന്റെ ഒരു മുഖപക്ഷമല്ലേ? അപ്പോസ്തല പ്രവൃത്തി 10-ൽ പത്രോസ് പറയുന്നത് എന്താ? ദൈവത്തിന്റെ മുഖപക്ഷം ഇല്ല എന്നല്ലേ? അപ്പോൾ മുഖപക്ഷം ഇല്ലെന്നിരിക്കെ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ. അപ്പൊ അത് തമ്മിൽ എങ്ങനെ യോജിക്കുക? അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇനി ആ തന്റെ ജനം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അത് പിന്നത്തേത് നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ന്റെ 68-ാമത്തെ വാക്യത്തിൽ അവിടെ സഖര്യ പുരോഹിതൻ ദൈവാത്മാവിൽ നിറഞ്ഞ് പാടുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ഒരു ഉദ്ധാരണം വെച്ചിട്ടുണ്ട്. തന്റെ ജനത്തെ. ഏതാ ഈ തന്റെ ജനം? അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ലോകാരംഭം മുതൽ, ലോകസ്ഥാപനം മുതൽ, അല്ല, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ പിതാവായിരിക്കുന്ന ദൈവം തന്റെ ഇഷ്ടപ്രകാരം, തന്റെ നിർണയപ്രകാരം ആരൊക്കെയാണോ കണ്ടിട്ടുള്ളത് അവരെ എന്നുള്ളതാണ് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഉത്തരം എന്ന് പറയുന്നത്. 148-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചന വേദഭാഗമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. സത്യത്തിൽ എല്ലാവർക്കും വേണ്ടിയാണ് ആ കൊമ്പിനെ ഉയർത്തി എന്ന് പറയേണ്ടത്. പക്ഷേ അവിടെ വായിക്കുന്നു, അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. പ്രവർത്തികൾ 13-ന്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രവർത്തികൾ 13-ന്റെ 48-ൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്.
അവിടെ നാം ചിന്തിച്ചാൽ ഇസ്രായേലിന്റെ മധ്യത്തിൽ, യഹൂദന്മാരുടെ മധ്യത്തിൽ പൗലോസ് ദൈവവചനം പ്രസംഗിച്ച് നടന്നു. എന്നാൽ അവിടെ അതിന്റെ മുമ്പ് 46 2 ഭാഗത്ത് വായിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പോൾ അവിടെ കുറെ ആളുകൾ വചനം കേട്ടു, എന്നാൽ അവർ ആരായിരുന്നു? നിത്യജീവന് അയോഗ്യരായിരുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്തു? ഈ ദൈവവചനത്തെ അവർ തള്ളിക്കളഞ്ഞു. എന്നിട്ടാണ് താഴെ വായിക്കുന്നത്, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ദൈവവചനം ധാരാളമായിട്ട് പറക്കപ്പെട്ടു. പക്ഷേ വിശ്വസിച്ചവരാരായിരുന്നു? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടർ ഉണ്ടല്ലേ, നിത്യജീവനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടം, തന്റെ ജനമെന്ന് അവൻ വിളിച്ച കൂട്ടം, ഒരു ചെറിയ കൂട്ടമെന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന, ഒരു ചെറിയ ആട്ടിൻകൂട്ടമെന്ന് വേദപുസ്തകം പറയുന്ന, ഒരു വേര് എന്ന് പറയുന്ന അങ്ങനെ ഒരു കൂട്ടം എവിടെ ഉണ്ട്? ഇന്നും ഈ ലോകത്തിൽ ഉണ്ട്. ഏത് കാലത്തും അങ്ങനെയുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. ആരാണ് ഈ തന്റെ ജനം? തന്റെ ജനം എന്ന് പറയുമ്പോൾ നാം നേരത്തെ 8-ാം അധ്യായം റോമർ 8:29 നമ്മൾ വായിച്ചു. എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ത് ചെയ്തുവെന്നാണ്? അവരെ മുൻനിയമിച്ചും, മുൻനിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവരാണ് ഈ ജനം, അവരാണ് ഈ തന്റെ ജനം. ആ തന്റെ ജനത്തെ ദൈവം മുൻനിയമിച്ചത് എവിടെ വെച്ചാ? ലോകസ്ഥാപനത്തിന് മുൻപ്. അന്ന് അവർ ആ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലാണ്. 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ഒരു പുരോഹിത വർഗം, സ്വന്തം ജനം. ഇതാരാണ്? ദൈവം അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിങ്കിലേക്ക് കൊണ്ടുവന്നവരുടെ കൂട്ടമാണ്. ആ കൂട്ടമാണ് നാം. അപ്പോൾ നാം ആരുടെ കയ്യിലാണ് ആയിരുന്നത്? പിതാവായ ദൈവത്തിന്റെ കയ്യിൽ. എന്നു മുതൽ? ലോകസ്ഥാപനം മുതൽ തന്നെ. ആ നമ്മെ ആണ് പുത്രന്റെ കയ്യിലേക്ക് പിതാവായ ദൈവം ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഈ കൂട്ടത്തിലാകുവാൻ എന്താണ് വ്യവസ്ഥ? നീ എനിക്ക് തന്നിട്ടുള്ളവരൊക്കെ വിശ്വസിക്കേണ്ടതിന് എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അവർക്കൊക്കെ നിത്യജീവൻ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോ കാണുന്നവർക്കെല്ലാം ഇന്ന അധികാരം, നിനക്ക് നിത്യജീവൻ, നിനക്ക് നിത്യജീവൻ എന്ന് പറഞ്ഞ് കർത്താവ് കൊടുക്കുകയായിരുന്നില്ല ചെയ്തത്. അതിന് വ്യവസ്ഥയുണ്ട്. ദൈവം മുൻനിയമിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ ആ മുൻനിയമനത്തിലേക്ക്, അവന്റെ തിരഞ്ഞെടുപ്പിലേക്ക്, അവന്റെ നീതീകരണത്തിലേക്ക്, അവന്റെ തേജസ്കരണത്തിലേക്ക്, അവന്റെ ജനമെന്ന പേരിലേക്ക് വരുവാൻ വ്യവസ്ഥകൾ ഉണ്ട്. അതിന് വ്യവസ്ഥകളുണ്ട്. ഇന്ന് രാത്രി അത് നമുക്ക് പിന്നത്തേതിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കർത്താവ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? തന്റെ ജനത്തിന് വേണ്ടി. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് വേണ്ടി, നിന്റെ കയ്യിൽ ആയിരുന്ന അവരെ പിന്നത്തേതിൽ എന്റെ കയ്യിൽ ഏൽപ്പിച്ച അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പിന്നത്തേതിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാതെ വണ്ണം, എത്രമാത്രം സ്തോത്രം ചെയ്താലും മതിയാകാതെ വണ്ണം ഉള്ളതാണ്. അവൻ നമ്മെ ഇന്നലെയോ ഇന്നോ തെരഞ്ഞെടുത്തതല്ല.
നമ്മുടെ സ്വഭാവത്തിന്റെ മഹിമ കണ്ട് തെരഞ്ഞെടുത്തതല്ല. അവൻ നമ്മെ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ തന്റെ പുത്രനിലൂടെ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്തൊരു വലിയ സ്നേഹമാണ്! അതാണ് 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നത്. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.